നിങ്ങൾക്കെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ലെവൽ വെച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും ലോകത്ത്, അല്ലേ? വലിയ മുതലാളിമാർക്ക് വലിയ മില്യൺ കണക്കിന് കടത്തിൻ്റെ കഥയിലേക്ക് പറയണ്ട. എനിക്ക് 5000 കൊടുക്കാണ്ടെന്ന്, അല്ലെങ്കിൽ ഒരു 5 ലക്ഷം കടമുണ്ടെന്ന് പറയും. ഓരോരുത്തർക്കും അവനവൻ്റെ തോതനുസരിച്ച് ടെൻഷനും സന്തോഷമൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഭാരമേകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മളറിയണം, പുണ്യ റസൂൽ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. വേഗം പോയി വുളു എടുക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശിയിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തുകളായി ഹബീബ് നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരം സലാം വീട്ടുന്നതോടുകൂടെ മനസ്സിനെ കീറി മുറിച്ചിരുന്ന ആ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഹബീബിന് ലഘൂകരിക്കപ്പെടുന്നത് കാണാമായിരുന്നു. നമുക്കുമുള്ള മരുന്നാണിത്. നമ്മളെപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ. വേഗം പോയി വല്ല സ്ലീപ്പിംഗ് പില്ലും കഴിക്കാണ്ടേ 2 റക്അത്ത് നിസ്കരിച്ച് നോക്കി, നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഇൻറ്റേർണൽ മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർമാർ ചിലരങ്ങ് പിടിച്ചു വെക്കും, ചിലർ കൊടുക്കൂല, ചില പകരം വീട്ടും. ഭയങ്കര ടെൻഷനായിരിക്കും. കുറേ പഠിക്കാനുണ്ടാവും, കുറേ പ്രഷർ ഉണ്ടാവും വീട്ടിൽ നിന്ന്.